യുപി സർക്കാർ അപകടത്തിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഝാൻസി മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് വാർത്താസംഘം ചേരുകയാണ്. ആദിൽ പാലോഡിലേക്ക് വീണ്ടും. ആദിൽ പാലോട്, ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഝാൻസി ജില്ലാ കളക്ടറോടക്കം ആദിൽ സംസാരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിൽ ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ? ഷോർട്ട് സർക്യൂട്ട് എന്നാണോ ഇപ്പോഴും പറയുന്നത്? പ്രാഥമികമായ വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഇതിന് പിന്നിൽ പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സുരക്ഷാ ഓഡിറ്റ്, ഫയർ സേഫ്റ്റി ഓഡിറ്റ് എന്തുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നടത്തിയില്ല? സുരക്ഷാ സാധനങ്ങൾ എന്തുകൊണ്ട്, സുരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിച്ചില്ല? ഏറ്റവും പ്രധാനമായി 18 കുഞ്ഞുങ്ങൾക്ക് മാത്രം സൗകര്യമുണ്ടായിരുന്ന കെയർ യൂണിറ്റിൽ 49 കുഞ്ഞുങ്ങൾ എത്തിയതെങ്ങനെ, അവരെ അവിടെ പ്രവേശിപ്പിച്ചതെങ്ങനെ എന്ന ചോദ്യത്തിന് വരെ മെഡിക്കൽ കോളേജ് ഉത്തരം പറയേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ എനിക്ക് പിന്നിൽ ഈ കാണുന്ന എമർജൻസി വിഭാഗത്തിൽ 16 കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 40% പൊള്ളലേറ്റ കുഞ്ഞുങ്ങളെയാണ് 16 പേരെ ഇതിനുള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 49 പേരിൽ 10 പേർ തൽക്ഷണം മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ കാഠിന്യം, തീവ്രത നമുക്ക് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. രാജ്യത്തെയാകെ ഞെട്ടിച്ച, കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ് ഇന്നലെ 10:30 റിപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ തീപിടുത്തമുണ്ടാകുന്നു. സർക്യൂട്ട് എന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള വീഴ്ചകളുണ്ടായി. അതിൽ 10 കുഞ്ഞുങ്ങൾ തൽക്ഷണം തന്നെ മരിക്കുന്ന സാഹചര്യം. മരിച്ചുവിട്ട് അതിൽ 3 കുഞ്ഞുങ്ങളെ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിന് തീവ്രത കൂടുതൽ വ്യക്തമാകുന്നത്. അതിന് DNA പരിശോധനകൾ അടക്കം നടത്തിയായിരിക്കും ആ ഒരു കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് എത്തുക. ബഹുതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ജുഡീഷ്യൽ അന്വേഷണം ഉടൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം, പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അന്വേഷണം, ഇതിനൊപ്പം ജില്ലാ കളക്ടറുടെയും മെഡിക്കൽ വകുപ്പിന്റെയും അന്വേഷണം കൂടി നടക്കും. ഈ അന്വേഷണത്തിൽ കൂടെ കൃത്യമായി ആരാണ് ഇതിന് ഉത്തരവാദി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മളിവിടെ മനസ്സിലാകുന്നത്. രക്ഷകർത്താക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ കരഞ്ഞു കലങ്ങിയ കണ്ണീരോടെ അവർ പറയുന്നത്, ചില കുഞ്ഞുങ്ങളെ കാണാനില്ല, ചിലർ എവിടെയെന്നറിയില്ല, കുഞ്ഞുങ്ങൾ ജീവനോടെയുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാതെ രക്ഷിതാക്കൾ ഈ വരാന്തയിലിരിക്കുന്ന, ആശുപത്രി വരാന്തയിലിരിക്കുന്ന കണ്ണീർ നനയിക്കുന്ന കാഴ്ചകളാണ് റിപ്പോർട്ട് സംഘം ഇവിടെ കണ്ടത്. ആ നിലയിൽ സർക്കാർ ഉത്തരം പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുൻപ് ഗോരഖ്പൂരിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീണത്, ഓക്സിജൻ കിട്ടാതെ മരിച്ചു വീണത് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാം. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, മെഡിക്കൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ യുപി സർക്കാർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി 2 ലക്ഷം രൂപയും യുപി സർക്കാർ 5 ലക്ഷം രൂപയും മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമ്പോഴും ഇവരുടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ ആര് മടക്കി നൽകും എന്ന ചോദ്യം ഇവർ റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ നമ്മൾ നേരത്തെ കേട്ട പ്രതികരണങ്ങളിൽ കരഞ്ഞു കലങ്ങി ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച. തീർച്ചയായും ആദിൽ പാലോടാണ് ഝാൻസിയിൽ നിന്ന് വിവരങ്ങളുമായി നൽകിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചറിയാത്തവർക്കായി DNA പരിശോധന നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ അവിനാഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക് കൂടി. जैसे बताया मैंने कि 7 की शिनाख्त परिजनों द्वारा कर ली गई है। 3 की शिनाख्त अभी हम लोग प्रक्रियाधीन है, उनके परिजनों से बात कर रहे हैं, उनके वेट और इन सब के वो हैं मेजरमेंट्स हैं, उसके साथ उनसे प्रयास किया जा रहा है। और एक के संबंध में अभी स्थिति स्पष्ट नहीं है, हम लोग उसको मैक्सिमम बच्चे जो हैं उनमें से किसी में भी बर्न की इंजरीज नहीं है, स्टेबल है ये। क्योंकि सभी बच्चे जो नीकू में आते हैं वो मोस्टली बहुत ही सीरियस कंडीशंस में ही आते थे।